ഇനിയുള്ള കാലഘട്ടത്തിൽ സിസ്റ്റം തിങ്കേഴ്സ് ആയില്ലെങ്കിൽ, ബിക്കോസ് വി ഹാവ് ChatGPT, AI. AI will enable us to build systems in a greater scale. അക്കാഡമി ആണെങ്കിൽ നമ്മളിപ്പം ദുബായ് ഉണ്ട്, നാട്ടിലുണ്ട്. ദുബായിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാൻ ഇന്ത്യ പോകാമെന്ന്, ബിക്കോസ് വി ബി ഹിയർ ഇൻ ദ നെക്സ്റ്റ് ഇയർ. ആൻഡ് നെക്സ്റ്റ് ഇയർ വെൻ യു ഓപ്പൺ ദാറ്റ് കവർ, ഞാൻ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ഗിവ് എ ലോട്ട് ഓഫ്. അപ്പോൾ നിങ്ങളിത് ഏജൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇവിടുത്തെ ഒരു ജേണി എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് ഞാനിവിടെ ഒരു 1 year ആയി ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഞാനും ചെറുപ്പം മുതലേ 2-3 ബിസിനസ്സൊക്കെ ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. ഇവിടെ ഞാൻ എൻ്റെ ബിസിനസ് തന്നെ ഇവിടെ ഒരു സ്പേസ് എടുത്തിട്ടായിരുന്നു ഇവിടെ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം റോബ് സാർ എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ നമുക്ക് ഇവിടെ ഒരു വീഡിയോഗ്രാഫർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏജൻസി തുടങ്ങണം, പെട്ടെന്ന് ഇവിടെ ഒരു ഏജൻസി തുടങ്ങണം. ആകെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ഒരാൾ എവിടെയാണല്ലോ. ഇപ്പോൾ നമ്മൾ പുറത്തത്തെ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് ചെയ്തത്, വേറൊരു ഏജൻസി ചെയ്തത്. അപ്പോൾ തുടങ്ങണം, ധൈര്യം ഉണ്ടോ ചോദിച്ചു, കോൺഫിഡൻസ് ഉണ്ടോ എനിക്ക് ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാൻ? ഞാൻ ഓക്കെ, എനിക്ക് ഈ സാധനം ഒരു ത്രില്ലിംഗ് ആയിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ത്രില്ലിംഗ് ഏറ്റെടുക്കാൻ നല്ലതാണ്. ഒരു ഏജൻസി എക്സ്പീരിയൻസ് ഇല്ല, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഈവൻ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കമ്പനി റൺ ചെയ്തിട്ടുള്ള 2-3 കമ്പനി റൺ ചെയ്തിട്ടുള്ളതും അതിനെ നല്ല റവന്യൂയിലേക്ക് എത്തിച്ചിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൊക്കെ ഞാൻ കോൺഫിഡൻസോടെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. റോബ് സാറാണ്. അപ്പോൾ റോബ് സാർ അങ്ങനെ പറഞ്ഞു, ഓക്കെ നല്ല സാലറിക്ക് ഓരെന്നെ നല്ല രീതിയിൽ സാലറിക്ക് പറഞ്ഞു. ഫസ്റ്റ് അങ്ങനത്തെ രീതിയിൽ സാലറി കൊടുക്കലുണ്ടാവില്ല. സോ അങ്ങനെ പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് തന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ, പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് 3 വീഡിയോഗ്രാഫർ ഇവിടെ ഉണ്ടാവണം. ഒരു വീഡിയോ എഡിറ്ററും 2 വീഡിയോ എഡിറ്ററും വേണം, ഒരു വീഡിയോഗ്രാഫർ വേണം. അപ്പോൾ എനിക്ക് ഒരു പേടി, എങ്ങനെയാണ് നടക്കുമോ, വീഡിയോഗ്രാഫർ വേണോ? ഞാനിന്ന് തിങ്കളെ കോൺടാക്ട് ചെയ്തു, ആരൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഒക്കെ എല്ലാ ആൾക്കാരും വിളിച്ചു. പിന്നെ ഞാൻ ആഡ് റൺ ചെയ്തു. അങ്ങനെ ഞാൻ പേഴ്സണലി എവിടുത്തെ ടീമിനെ ബിൽഡ് ചെയ്തത് ഓരോ അക്കാഡമിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നോക്കും, പേജ് നോക്കും, അതിൽ അവാർഡ് കിട്ടിയ ആൾക്കാരെ നോക്കും. അങ്ങനെ ഓരോരുത്തരെ പോയി സെലക്ട് ചെയ്ത് അങ്ങനെ ടീം ഉണ്ടാക്കി. തിങ്കളാഴ്ച നമുക്ക് 3 വീഡിയോഗ്രാഫർ, 2 ഡിസൈനർ, ഇതിൽ ഏകദേശം ഒരു 9 മെമ്പേഴ്സുള്ള ഒരു ടീമിനെ എനിക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ആ ടീം തന്നെയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഈവൻ ഒരു ഏജൻസിൻ്റെ എക്സ്പീരിയൻസ് ഒട്ടുമില്ല, ഒരു വർക്ക് ഫ്ലോ അറിയില്ല. അപ്പോൾ ദിൽഷാദ് സാർ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു. ദിൽഷാദ് സാർ ഈവൻ മൂപ്പരൊരു ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, മൂപ്പർക്കും അറിയില്ല. പക്ഷേ നമുക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ എവറിത്തിങ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒക്കെ നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ദിൽഷാദ് സാർ പറയും, നമുക്ക് കുറച്ച് ഏജൻസിയൊക്കെ പോയി കാണാം, ഒരു ഹാരിസൺ പോയി കാണാം, ഇവിടത്തേക്ക് പോയി കാണാൻ പറയാം. പക്ഷെ നമ്മളൊരു ബിസിയിൽ അതൊക്കെ വിട്ടുപോയി. സോ ഞാൻ മനസ്സിലാക്കിയ ഇത് എൻ്റെതായുള്ള ശരികളാണ് കേട്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഏജൻസിക്ക് ഓരോ വർക്ക് ഫ്ലോ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈവൻ നമുക്കിവിടെ ഒരു വർക്ക് ഫ്ലോ ഇല്ല, പക്ഷേ ആ ഒരു ഡിസോർഡർ ആയിട്ടാണ് പല കാര്യങ്ങളും. പക്ഷെ അതിലൊരു ഓർഡർ ഉണ്ട് വിചാരിക്കാം. ചിലപ്പോൾ ഏജൻസി ചിന്തിക്കുന്ന ഒരു വേ ഓഫ് മെത്തേഡ് ഉണ്ടാവും. ഒരു പോസ്റ്റർ, ഒരു കോണ്ടന്റ്, ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സ്ക്രിപ്റ്റ്, അതിൻ്റെ ആ സാധനങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണം. പക്ഷെ നമുക്ക് ആ ഒരു ഓർഡർ ഒന്നുമില്ല. പക്ഷെ അതങ്ങനെ ആയതുകൊണ്ട് അതിലെന്തോ ഒരു വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ പോസ്റ്റർ ഉണ്ടാക്കുന്നതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തൊരു സ്ട്രൈറ്റ് പാത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിൽ ഒരു ഹയറിങ്ങിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാം, ടീച്ചേഴ്സിന് ഹയറിങ്. അപ്പോൾ നമ്മൾ നോർമലി വി ആർ ഹയറിങ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ കുറേ ആളുകൾ, സാധാരണ ആളുകളൊക്കെ അതാണ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾ അതിനെ മാറ്റി എന്താണോ നമ്മൾക്ക് വേണ്ടത്, അപ്പം നമുക്ക് വേണ്ട അവിടുത്തെ എക്സ്പേർട്ടായ ഫാക്കൽറ്റീസ് ഉണ്ട്, ഈ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെയുള്ള ടീച്ചേഴ്സിനെ വേണമെന്നുള്ള രീതിയിൽ നല്ലൊരു കോർട്ട് ഉണ്ടാക്കി നമ്മൾ നല്ല ഫുഡും സ്റ്റേയും നല്ല കുട്ടികളെ ഹാപ്പി ആക്കി കിടക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ഇതൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന രീതിയിൽ അതായത് ആ ഒരു പോസ്റ്റർ നല്ല റീച്ച് എത്തി, ഒരുപാട് ഷെയർ ചെയ്ത് കുറേ CV വന്നു. സോ ഈ ഒരു സാധനം വന്നത് നമുക്ക് ഒരു ഏജൻസി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു ഏജൻസീൻ്റെ വർക്ക് കൾച്ചർ എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓരോ ഏജൻസിക്ക് ഓരോ കൾച്ചറായിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ അക്കാഡമിയും ഏജൻസിയും നടത്തിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഒരു ഏജൻസി, നിങ്ങൾ പറഞ്ഞു ഏജൻസി എപ്പോഴും, ഞാനും ഈ ഒരു സാധനം ഏജൻസിനെ പറ്റി ആൾക്കാർ ചോദിക്കുമ്പോൾ ഏജൻസി ഒരിക്കലും പ്രോഫിറ്റബിൾ അല്ല, ഭയങ്കര റിസ്ക് ആണ് എന്നൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുക. പക്ഷേ ഈ 2 സാധനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്നെ അക്കാഡമി ആണോ നല്ലത്, അല്ല ഏജൻസി ആണോ നല്ലത്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഏജൻസിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ ഓഫ് ഇതിലേക്ക് എത്തുമ്പോഴാണ് ഒരു സക്സസ് ആവാന്നുള്ളതാണ്. സോ അതിനൊന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് ഒരു ഏജൻസി റൺ ചെയ്യേണ്ടത്, ഒരു അക്കാഡമി റൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് എന്താണ്, ഏതാണ് കൂടുതൽ? ഇപ്പോൾ ഇവിടെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് അക്കാഡമി തുടങ്ങണം, ഏജൻസി തുടങ്ങണം ഒക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവും, ഈവൻ എനിക്കും നല്ല രീതിയിലൊരു ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്കാഡമിയിൽ യു ഹാവ് എ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ 80% ഓഫ് ദ ജോബ് ഇസ് ഡൺ, റൈറ്റ്? പിന്നെ ബാക്കി ആ പ്രോഡക്റ്റ് ഗുഡ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കും. ഏജൻസിയിൽ നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? പീപ്പിളാണ്. അതായത് ഒരു കമ്പനി നമ്മളടുത്തേക്ക് വരുന്നത് എന്താ? നല്ല ബ്രെയിൻസിനെ നോക്കിയിട്ടാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം നമ്മളടുത്ത് നല്ല ബ്രെയിൻസ് ഇല്ലെങ്കിൽ
അതൊരിക്കലും നടക്കൂല. സോ വാട്ട് വി ആർ ട്രൈങ് ടു സെൽ ഇസ് പീപ്പിൾ, റൈറ്റ്? ഇവിടെ പീപ്പിൾ ആണ് വി ആർ ട്രൈങ്. ആൻഡ് പീപ്പിൾ മാനേജ്മെൻറ്റ് എവിടെയാണോ കൂടുതൽ, ദാറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. ആൻഡ് വി ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദാറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. അവിടെ വി നീഡ് എ ലോഡ് ഓഫ് സിസ്റ്റം, റൈറ്റ്? അവിടെ സിസ്റ്റം തിങ്കേഴ്സായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് ഈ സിസ്റ്റം തിങ്കിങ് എന്നുള്ളത്. The way I define system thinking is, let's say you have a problem and that problem is repeated for once, twice, thrice. If a problem is being repeated for the third time, you have to sit down, write that endana problem neyda, and then you have to start thinking, can it be automated? The first thought, ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ടൂൾസും കാര്യങ്ങളും വെച്ചിട്ട് നെക്സ്റ്റ് ടൈം ഈ പ്രോബ്ലം വരുമ്പോൾ ഇതാണ് സൊല്യൂഷൻ എന്നുള്ളത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് നോട്ട്, can it be delegated? ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? സ്പെസിഫിക്കലി വെൻ യു ആർ എ ലീഡർ, യു ഷുഡ് നോട്ട് ബി റണ്ണിങ് ടുവേർഡ്സ് ദ സെയിം പ്രോബ്ലം എവറി നൗ ആൻഡ് ദെൻ. യു ഷുഡ് ഹാവ് എ ന്യൂ പ്രോബ്ലം എവറി മന്ത്. Can it be delegated? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. Can I build a system, SOP, so that next time when this problem happens, what can be done എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ രീതിയിൽ വെൻ യു സ്റ്റാർട്ട് തിങ്കിങ്, നോ, എവറി പ്രോബ്ലം വിൽ ബി കൺവേർട്ടഡ് ടു എ സിസ്റ്റം in the next 3 to 6 months, right? You will have a lot of system running that organization instead of a problem. Right now we know, ഇപ്പം ഇവിടെ ഇപ്പം we have project management tool. ഒരു പ്രോജക്റ്റ് ഇത്ര ദിവസം ഡിലേ ആയെങ്കിൽ ഇതാണ്, this is the thing എന്നുള്ളത് it's written. So അത് എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്ക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ. ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര ബെറ്റർ. അല്ലെങ്കിൽ ഇതിലേക്കൊരു സിസ്റ്റം SOP ബിൽഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എവറി മോർണിംഗ് യു നീഡ് ടു സെൻഡ് മെയിൽ അയക്കണം ക്ലയൻറ്റ്, അല്ലെങ്കിൽ റിപ്പോർട്ട് അയക്കണം. ഓക്കെ, ഇത് ഒരു മാനുവൽ പ്രോസസ്സാണ്. ഞാൻ റിപ്പോർട്ട് അയക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊരു ടൂൾ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഒരു സിസ്റ്റം റെഡിയായി, റൈറ്റ്? ദിസ് ഇസ് ഹൗ യു ഷുഡ് തിങ്ക്. ഏത് പ്രോബ്ലം വരാണെങ്കിലും ക്യാൻ ദിസ് ബി, ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്, ഒരു പ്രാവശ്യം സോൾവ് ചെയ്യാനാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അതിന് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്, ക്യാൻ ഐ ബിൽഡ് എ സിസ്റ്റം സോ ദാറ്റ് നെക്സ്റ്റ് ടൈം സിസ്റ്റം സോൾവ്സ് ദാറ്റ് പ്രോബ്ലം, സെയിം പ്രോബ്ലം നമ്മൾ ആവശ്യം വരരുത്, റൈറ്റ്? ഇനി ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, there is something called we follow something called DEP. So whenever you delegate something, no, you have to first delegate it. ആ വർക്ക് ഒരാൾക്ക് കൊടുക്കുക, അവരെ എംപവർ ചെയ്യാം, അവരെ ട്രെയിൻ ചെയ്യാം. അതേപോലെ ആ കൊടുക്കുന്ന കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ബെറ്റർ ചെയ്യുക. ഡോണ്ട് സോൾവ് ഫോർ ദം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, ഒരു കാര്യം കൊടുത്തതിന് ശേഷം അയ്യോ അത് ഞാൻ ആ ക്ലയൻറ്റിനെ ഞാൻ ഇരുന്നാലേ ക്ലോസ് ആവും, ഞാൻ വേറെ ആയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അയ്യോ അത് ക്ലയൻറ്റ് പോകും, ഐ ആം ഗോയിങ് ടു ലൂസ്. ഈ മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു കാര്യം ഡെലിഗേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാം, എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് അവരോട് ചോദിക്കുക ഹൗ വാസ് എ മീറ്റിംഗ്. അപ്പോൾ അവർ പറയും മീറ്റിംഗ് വാസ് വെരി ബാഡ്. ഓക്കെ, എന്തുകൊണ്ട് ബാഡായി? ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ യു വാച്ച് ദ വീഡിയോ, ഓഡിയോ, റെക്കോർഡിംഗ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇഫ് യു ഡു ദിസ് ഗ്രേറ്റ് എന്നുള്ളത് പറയുമ്പോഴേക്ക് വി ആർ നോട്ട് ഇനി മുതൽ നീ ചെയ്യേണ്ട ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിൽ വി ആർ നോട്ട് റീപ്ലേസിങ്, വി ആർ എംപവറിംഗ് ദം, റൈറ്റ്? ദേ വിൽ മേക്ക് മിസ്റ്റേക്ക് അഗൈൻ, ദേ വിൽ മേക്ക് മിസ്റ്റേക്ക് അഗൈൻ. പക്ഷേ നാലാമത്തെ പ്രാവശ്യം ദേ വിൽ കറക്റ്റ്. പിന്നെന്താ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കണ്ട എന്നുള്ളതാണ്. സോ ഏജൻസി ബിൽഡിങ്ങിലെ SOPസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യണം. ആൻഡ് യു നീഡ് എ ലോട്ട് ഓഫ് മെട്രിക്സ്, റൈറ്റ്? അവിടെ എല്ലാ കാര്യങ്ങളും മെട്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ പ്രൊജക്ട് മാനേജ്മെൻറ്റിന് we try to inculcate a lot of metrics. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആണ് എല്ലാം റൺ ചെയ്യുന്നുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അല്ല, ബിസിനസ് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ജോബാണ്, ദേ ആർ മോർ ലൈക്ക് മിനി CEOs ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, മോർ ലൈക്ക് കോ ഫൗണ്ടേഴ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രോ ചെയ്യുമ്പോൾ ദേ ഓൾസോ ഹാവ് എ ബെനിഫിറ്റ്, റൈറ്റ്? അപ്പം ദേ ഹാവ് എൻ ഇൻസെൻറ്റീവ് പോളിസി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം അവർ വളർത്തിയോ അത്രത്തോളം അവർ വിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, ആ ബെനിഫിറ്റ് ടീമിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴേക്ക് എനിക്ക് അവിടെ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് they know this is what I can make, like when I develop this. അവർ ചെയ്തോളൂ. അവർ അണ്ടറിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഡക്റ്റ്, പ്രൊജക്റ്റ്, ബിസിനസ്, റവന്യൂ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ആണ്. ആൻഡ് വി ആർ കീപ് ബിൽഡിങ് ദറ്റ് സിസ്റ്റം. ഞാൻ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്. ഐ ഓൾസോ ഹാവ് മെൻറ്റേഴ്സ്, ഐ ഓൾസോ ഹാവ് കോച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ മീറ്റിംഗ് ഇരിക്കും, അവിടെ കാര്യങ്ങൾ ചോദിക്കും, ജസ്റ്റ് ടു വാലിഡേറ്റ് വാട്ട് എവർ വി ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ് ഓർ റോങ്. അപ്പം നമ്മളൊരു ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സംബഡി ഹാസ് ടു ടെൽ യു ഹാസ് ഗോ സ്ലോ, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത്. അപ്പം പക്ഷേ ഞാനെപ്പോഴും പറയും ഏജൻസി എന്ന് പറയുന്ന മാർജിൻ ബിസിനസ്സാണ്.
നമ്മൾ എപ്പോഴും എല്ലാ ഏജൻസി ഓണേഴ്സിൻ്റെ പ്രശ്നം അതാണ്, ഹ്യൂമൻ റിസോഴ്സും നമ്മളെ സാലറീസും നമ്മളെ റവന്യൂവും എപ്പോഴും ഷോൾഡർ ടു ഷോൾഡർ ആയിരിക്കും. ഇതെപ്പോഴും ഷോൾഡർ ടു ഷോൾഡർ ആണെങ്കിൽ വി ക്യാൻ നെവർ കം ഔട്ട് ഓഫ് ദിസ്, റൈറ്റ്? എവറി ഏജൻസി സ്റ്റക്ക് ഹിയർ, റൈറ്റ്? അപ്പം മാർജിൻസ് എവിടെ കൂട്ടാന്നുള്ളതാണ് ഒരു നല്ല തോട്ട് പ്രോസസ്സ്. അതുകൊണ്ടാണ് വി ആർ ഇൻ ദുബായ്, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ബി ഇൻ US, ബിക്കോസ് അവിടെയൊക്കെ നമ്മളെ ഹ്യൂമൻ റിസോഴ്സ്, നമ്മളെ നാട്ടിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും നമ്മൾ ഇവിടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ഇൻ ബിഗ് ടൈം, ബിക്കോസ് ദർ ഇസ് എ മാർജിൻ, റൈറ്റ്? മാർജിൻസ് കിട്ടാത്തിടത്തോളം കാലം ഇറ്റ്സ് നെവർ easy to make agency profitable. So you need to understand it's a margin business, it's a people business ആവുമ്പോൾ you will make a lot of mistakes, that is for sure. Every day you will have some kind of a mistake that's happening, but you need to have leaders, you need to have accountability partners. അവരത് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് you can focus on the growth. എല്ലാ ഏജൻസി ഓണേഴ്സും ആ ബ്ലെയിമും കാര്യങ്ങളൊക്കെ ഏജൻസി ഓണേഴ്സ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. വി നെവർ വോണ്ട് ദ കമ്പനി ടു ഗ്രോ. വെൻ യു കം ഔട്ട് you can, I mean, you don't have all these problems right now. Your goal is to just focus on the growth and strategies and things like that. അപ്പം നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആ പൊസിഷനിലേക്ക് നിങ്ങളൊരു ഏജൻസി ഓണർ ആവുന്നെങ്കിൽ എത്താന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് എത്തോളം you will have agency is a very bad business. When you reach there, no, it's a very good business. So Haka is already ആ പൊസിഷനിലേക്ക് എത്തി. ഹാരിസൺകോം ഹാക്കാലും ഇപ്പം രണ്ടും ആണെങ്കിൽ ഐ എം നോട്ട് ടേക്കിംഗ് ദി ഡേ ടു ഡേ ചേഞ്ച്, ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ ഗ്രോത്ത് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഒരിക്കലും പ്രോബ്ലംസ് ഡയറക്ട്ലി എൻ്റെ അടുത്തേക്ക് വരാറില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓൺലി ഐ വിൽ ഡീൽ. സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്പേസ് ടു തിങ്ക് അബൌട്ട് ദ ഗ്രോത്ത്, നെക്സ്റ്റ് കാര്യങ്ങൾ. പിന്നെ ടീമിനെ എംപവർ ചെയ്യാന്നുള്ളത്, ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ ടീമിനെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ മാറി വെക്കുക എന്നുള്ളതല്ല. അതിനുള്ള റിസോഴ്സും കാര്യങ്ങളും ഐ ഹാവ് ഓൾസോ മെയ്ഡ്. ഓരോ ഭാഗത്തേക്ക് കൺസൾട്ടൻസിനെ വെച്ചിട്ട് ടീമിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനുള്ള കൺസൾട്ടൻസും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് യു ബിൽഡ് എ സിസ്റ്റം, യു റൺ പൈലറ്റ് ആൻഡ് ദാറ്റ് വോണ്ട് വർക്ക്. You do it again, you do it again, do it again. How fast you do, the better you can come out of that എന്താ പറയുക സർക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെരി ഫാസ്റ്റായിട്ട് സിസ്റ്റം തിങ്കേഴ്സ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനിയുള്ള കാലഘട്ടത്തിൽ സിസ്റ്റം തിങ്കേഴ്സ് ആയില്ലെങ്കിൽ, ബിക്കോസ് വി ഹാവ് ChatGPT, AI will enable us to build systems in a greater scale. For example, ഒരു ക്ലയൻറ്റിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. They're not able to reply to they were getting a lot of message and they're not able to reply to every DMs possible. So we built a chatbot, that is ആ ചാറ്റ്ബോട്ടിൽ മൊത്തം ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്തു, പല ലാംഗ്വേജിൽ ഫീഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ DMs മെനി ചാറ്റായിട്ട് DMs കണക്ട് ചെയ്തു. ഇന്നിപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് ലാംഗ്വേജ് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. സോ ദാറ്റ്സ് എ സിസ്റ്റം, റൈറ്റ്? യു ഹാവ് എ പ്രോബ്ലം ദാറ്റ് ഈസ് റിപ്പീറ്റഡ്ലി, യു ഓട്ടോമേറ്റഡ്, യു റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് എ സിസ്റ്റം. അപ്പോൾ സിസ്റ്റം തിങ്കേഴ്സ് ആവാന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. AI-യും മറ്റു പ്ലാറ്റ്ഫോംസൊക്കെ ഇനാബിൾ ചെയ്യുന്നത് ടു മേക്ക് ഷുവർ ദ ടാസ്ക് ഈസ് ബീങ് റെഡ്യൂസ്ഡ്, റൈറ്റ്? അപ്പം യു വിൽ ഹാവ് മോർ സ്പേസ് ടു തിങ്ക് അബൌട്ട് ദ ഗ്രോത്ത്. ആൻഡ് എല്ലാവരും പറയുന്ന പോലെ ഒരു ഫൗണ്ടർ എപ്പോഴും അല്ലെങ്കിൽ ഒരു ലീഡർ എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ കുറച്ച് ടൈം ഫ്രീ ആയിട്ട് നിന്നാലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ചിന്തിച്ച് കഴിഞ്ഞാലേ നെക്സ്റ്റ് കാര്യങ്ങൾ. ഞാനിവിടെ എല്ലാം ഡെലിഗേറ്റ് ചെയ്ത് ബോറടിച്ച സമയത്താണ് ദുബായിൽ പോയിട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചത്. ദുബായിൽ പോയിട്ട് വീണ്ടും കഷ്ടപ്പെട്ടപ്പോൾ നല്ല രസമായി എനിക്ക് കാര്യങ്ങളൊക്കെ. അപ്പം യു ഹാവ് ടു ബിക്കം എ സിസ്റ്റം തിങ്കർ എന്നുള്ളതാണ്. ഗ്രേറ്റ്. അപ്പോൾ ഈ ഒരു ഹാക്കയുടെയും ഹാരിസൺ ഏജൻസിയുടെയും നിങ്ങളൊരു ആഫ്റ്റർ ഇനിയുള്ളൊരു 5 years ആയിട്ട് നിങ്ങളൊരു വിഷൻ, ഒരു പ്ലാൻ എന്ന് പറയാൻ പറ്റുമോ ഏകദേശം? അത് very defined ആണ്. So we have this particular activity in our company. Every year we do company aspirations and personal aspirations. So company aspirations is basically where we need to reach in the next 1 year, and most people do wrong there. When the company is reaching, what is it for the team? When you answer that, it becomes full. So when we complete the company aspiration, we do personal aspiration within the team, and we ask the team to write about their dream salary in the next 1 year, what should be done and things like that, their contribution, their our salary achieve cheyal, what would make them feel, right? Why is it important to them? Ingenulla karyangal we have a lot of questions to answer. So we do this every year, right? And we make sure that when we set ലാസ്റ്റ് ഇയറിൻ്റെ ആ ഗോൾസ് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ചില ആൾക്കാർ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഐ റൈറ്റ് എ സാലറി ദറ്റ് ഐ വോണ്ട് ടു ബി ഹിയർ in the next year, and next year when you open that cover, no,
ഞാൻ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ഗിവ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഓർഗനൈസേഷൻ വിച്ച് ദേ ആർ വർക്കിംഗ് റൈറ്റ്. അപ്പം അങ്ങനെ വി ഹാവ് ഓഫ് കോഴ്സ് ഏജൻസി ആണെങ്കിൽ നമ്മളൊരു നമ്മളെ ഡ്രീം നമ്പർ എന്ന് പറയുന്ന ഒരു 1 CR പെർ മന്തിലേക്ക് ഏജൻസി എത്താന്നുള്ളതാണ്. അതേപോലെ ദുബായ്, പിന്നെ നമ്മളിപ്പം US ഇങ്ങനെ പ്ലാനിലുണ്ട്. ദുബായിൽ കുറച്ചും കൂടി സ്കെയിൽ ചെയ്യാന്നുള്ളത്. അക്കാഡമി ആണെങ്കിൽ നമ്മളിപ്പം ദുബായ് ഉണ്ട്, നാട്ടിലുണ്ട്. ദുബായിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാൻ ഇന്ത്യ പോകാൻ, ബിക്കോസ് വി വിൽ ഓൾറെഡി ഹാവ് ഇംഗ്ലീഷ് മെൻറ്റേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, സെയിൽസ് പീപ്പിൾ ആൻഡ് എവറി. അപ്പം അവിടെ നിന്ന് നേരെ പാൻ ഇന്ത്യ, അവരെ വെച്ച് പാൻ ഇന്ത്യ പോകാന്നുള്ളതാണ്. അപ്പം അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പാൻ ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവണം എന്നൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. എനിവേ എന്തായാലും മൂപ്പര് ഹാരിസ് സാറെ പറ്റി പറയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് കേരളത്തിലെ മാർക്കറ്റിംഗ് ഏജൻസിനെ പറ്റിയിട്ടും ഞാൻ ഈ ഒരു ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഈസ് മൈ ബ്രദർ, രണ്ടാമത്തെ ബ്രദറാണ്. അപ്പോൾ നിങ്ങളെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കാസർഗോഡ്, മൂപ്പരും കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങളെ ടീച്ചറായിരുന്നു, നിങ്ങളെ മദ്രസ അധ്യാപകനാണ്. ഒന്ന് ബാസിം ഗസാലി, ഒരു നജീബ് ഗസാലിയൊക്കെ. അപ്പോൾ ഒരു IIT കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങളെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നിങ്ങളെ നാട്ടിലത്തെ പേരൊക്കെ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ എന്തെന്ന് അവിടെ വിളിക്കുക. അപ്പോൾ ഒരിക്കൽ ആ പേര് പറയുമ്പോഴാണ് തിരിയുന്നത്. എനിക്കറിയില്ല അവർ ചാച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു അവിടെ ഒരു സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. നിങ്ങളത്തെ അവിടുത്തെ കഥകളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട്. അപ്പോൾ നിങ്ങളൊരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിരുന്നു എന്നില്ല, പക്ഷേ നിങ്ങൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല അവർ ഇത്രത്തോളം ഒരു വളർച്ചയിലേക്ക് എത്തുന്നതൊക്കെ. നിങ്ങൾ റേഞ്ചിൻ്റെ പരിപാടിക്ക് പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ മൂപ്പര് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ഒരു സാധാരണ ആൾക്കാർ എങ്ങനെയായിരുന്നോ അതേപോലെ ആയിരുന്നു മൂപ്പരെന്നാണ് അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് നിങ്ങളൊരു ഹാരിസ് ആൻഡ് കോ എന്നുള്ള ഈ ഒരു പേര് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പേരിലേക്ക് എത്തിയത്, ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തിയത്? നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങളൊരു വിഷൻ ഉണ്ടാവും, ആ ഒരു വിഷൻ്റെ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ US-ലും ഖത്തറിലും പാൻ ഇന്ത്യ ലെവലിൽ ഇനിയിപ്പോൾ ഷാറുഖ് ഖാൻ്റെ ആഡിലൊക്കെ നമുക്ക് മൂപ്പരെ കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഇതൊക്കെ ഒരു വിഷൻ്റെ പുറത്താണ്. അപ്പോൾ ചെറുപ്പം മുതലേ ആ ഒരു വിഷൻ്റെ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ പോലും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വന്നത്? ഒരു യുറേക്കം ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടെ ഒന്ന് പഠിക്കാൻ പോകാന്ന് പറഞ്ഞായിരുന്നു, വർക്ക് ചെയ്യാൻ പോകാന്ന് പറഞ്ഞായിരുന്നു കോഴിക്കോട് വന്നത്. അപ്പോൾ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എൻ്റെ ഉള്ളിൽ ഈ സാധനം വരണം എന്നത്. ഈ ഒരു തോന്നൽ വന്നത് എപ്പോഴാണ്? ഈ ഹാരിസ് ആൻഡ് കോ എന്ന ഈ പേര് വന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളൊരു എത്ര വളർന്നാലും നിങ്ങളും വളരും, കാരണം നിങ്ങളൊരു കണക്റ്റഡ് ആണ് അവിടെ. അപ്പോൾ ആ ഒരു കണക്ഷൻ ആദ്യം പ്ലാൻഡ് ആണോ, ഇതൊക്കെ എങ്ങനെയുള്ള രീതിയിലാണ്, അതറിയാനൊരു താല്പര്യമുണ്ട്. ഒരിക്കലും പ്ലാൻഡ് അല്ല. ഇൻഫാക്ട് ദർ വാസ് എ പോയിന്റ് വിച്ച് ഐ ഹേറ്റഡ് ദ മൊമെന്റ്. എന്തുകൊണ്ട് ഇത് പേരിനിട്ടു എന്നുള്ളത്. അത് അന്ന് ഒരാൾ എന്തോ പേര് വേണമെന്ന് പറയുമ്പോൾ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരോ പറഞ്ഞു ഹാരിസൺ ഇട്ടോ എന്ന് പറഞ്ഞിട്ടിട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഹാരിസൺ കോ അക്കാഡമി നമ്മൾ ഹാക്ക എന്ന് പറയുന്നത്. ഈ പേര് ഇങ്ങനെ വീണ്ടും കേൾക്കുമ്പോഴുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഒരിക്കലും പ്ലാൻഡ് ഒന്നുമല്ല, അത് ആക്സിഡൻ്റലി ആയതാണ്. ബിക്കോസ് ഐ ഡു നോട്ട് വോണ്ട് ടു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ നെയിം ആൻഡ് ലോഗോ ആൻഡ് തിങ്സ്. ആ ലോഗോ ക്യാൻവയിലാണ് ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കിയതാണ്. ഹാരിസ് ആൻഡ് കോ. അപ്പോൾ ക്യാൻവയിൽ ഒരു ഫോണ്ട് എടുത്തിട്ട് ഉണ്ടാക്കിയത്. അപ്പം അതൊന്നല്ല ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ എനിത്തിങ് എന്ന് വിശ്വസിക്കുന്ന ആൾ. അപ്പം ബ്രാൻഡിങ് ഇസ് നോട്ട് യുവർ ലോഗോ ആൻഡ് വർക്ക്, ഇറ്റ്സ് എ കൺസിസ്റ്റൻസി. നമ്മൾ എത്ര പ്രാവശ്യം എത്ര രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ സെയിം കാര്യം പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ബ്രാൻഡിങ്. വെൻ യു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ 100 times സ്പീക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്, പീപ്പിൾ ടെൻഡ് ടു ബിലീവ് ഓക്കെ ദിസ് പേഴ്സൺ ഓർ ദിസ് കമ്പനി ഹാസ് ദാറ്റ്. അപ്പം അതുകൊണ്ട് മാത്രമാണ്, ഒരിക്കലും അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതേ അല്ല. ഇൻഫാക്ട് അതിൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് വെച്ചാൽ എനിക്കൊരു ലോഗോ, കമ്പനിൻ്റെ ലോഗോ എവിടെയെങ്കിലും ഇടണമെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല, ക്യാൻവയിൽ പോയിട്ട് അത് ആ ഫോണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. എനിവേ സോ ഞാനെപ്പോഴും നമ്മളെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കഥ ഉണ്ട്. എപ്പോഴും എല്ലാ ഓറിയൻറ്റേഷനിലും ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ടോക്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി ടു മൈ സ്റ്റുഡൻസ് വെനെവർ ഐ എം പാർട്ട് ഓഫ് ദാറ്റ് ഓറിയൻറ്റേഷൻ. ഇൻഫാക്ട് ഇന്നലെ ഫിനാൻസിൻ്റെ ഓറിയൻറ്റേഷന് ഐ ഓൾസോ ടോൾഡ് ദ സെയിം സ്റ്റോറി. നമ്മളെല്ലാവരും ഈ ഇത് കാണാറുണ്ടോ, ഈ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ നമ്മൾ ഈ ട്രാഫിക്കിൻ്റെ അവിടെയൊക്കെ പെന്ന് ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കാണാറുണ്ടോ? ഇവർ ഇങ്ങനെ ഓരോ കാറിൽ വരും, നോക്ക് ചെയ്യും. അപ്പോൾ നമ്മളെന്താ കാറിൽ പോകുമ്പോൾ നമ്മൾ വരും അറിയാവുന്ന ഹിന്ദിയിലൊക്കെ നെയ് ചയ്യ ബയ്യ എന്നൊക്കെ ഇങ്ങനെ ആക്കും അല്ലേ. അവർ നോക്ക് ചെയ്യും, നെക്സ്റ്റിൽ പോകും, നോക്ക് ചെയ്യും, നെക്സ്റ്റിൽ പോകും, നോക്ക് ചെയ്യും. അവർ നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും?
എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ അവരെ ജീവിതത്തിൽ ഒരു ദിവസം കിട്ടുന്ന റിജക്ഷൻ്റെ 10-1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യൂല, പക്ഷെ ദി സ്റ്റിൽ ഡു ഇറ്റ്. വൈ? അവരെ ജീവിതം എന്താ ആരെങ്കിലും എടുക്കുന്നുള്ള പ്രതീക്ഷ. ഐ തിങ്ക് അവർ അന്നത്തെ ദിവസത്തിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അവരെന്ന് ഞാനൊരു ദിവസം ഇങ്ങനെ നോട്ടീസ് ചെയ്തു, വെൻ ദേ ഗെറ്റ് സം മണി ടു മേക്ക് ഫുഡ് കഴിക്കാനുള്ള മണി ഉണ്ടാകുമ്പോൾ അവർ ദേ സ്റ്റോപ്പ്. അപ്പം അവരെ വൈ എന്താ? ഫുഡാണ്. നമ്മളൊക്കെ പ്രശ്നം എന്താ? വി ഹാവ് ഫുഡ് ഇൻ ദ ടേബിൾ അല്ലേ? വി ഹാവ് ഫുഡ് ഇൻ ദ ടേബിൾ. നമ്മൾ പറയാണ് ഇത് എത്താണ്ട് എനിക്ക് ഫുഡ് തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയാം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ വെല്ലുവിളിക്കുന്നു ഞാനൊരു ജയിലിൻ്റെ ഉള്ളിലിടാണ്, നിങ്ങൾക്ക് 3 നേരം ഫുഡും കാര്യങ്ങൾ, നിങ്ങളെ ജോബ് വെറുതെ ഇരിക്കാന്നല്ല, നിങ്ങൾ ചെയ്യോ? അല്ല, നമ്മൾ വെറുതെ ഇരിക്കാമെന്നല്ല നമുക്കിഷ്ടം. വി വോണ്ട് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്? അപ്പം our main problem is we have food in the table. That means നമുക്ക് വെരി സ്ട്രോങ് ആയിട്ടുള്ള വൈ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. Whenever you had that very strong why, see, അത് പറയുമ്പോൾ തന്നെ I am getting goosebumps because I have a very strong why, right? Whenever you have a very strong why, വേറൊന്നും ആവശ്യമില്ല. നിങ്ങളിങ്ങനെ രാവിലെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പണ്ട് പിന്നെ ഒരു ദിവസം എന്നെ സ്റ്റാർട്ടപ്പ് മിഷന് ഞാൻ ഒരുപാട് ഐഡിയ കൊണ്ട് പോകുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഐഡിയ കൊണ്ട് പോകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു, പിന്നെ അവിടുന്ന് ഒരാൾ പറഞ്ഞു, ഹാരിസൺ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പം വൺ ഫൈൻഡ് ദാറ്റ് വാസ് മൈ വൈ. ഓക്കെ, സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഗസ്റ്റായിട്ട് പോകണം എന്നുള്ളത്, റൈറ്റ്? സോ ഇറ്റ് ക്യാൻ ബി വെരി പേഴ്സണൽ. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാവാം, ചെറുതായിട്ടുള്ള കാര്യങ്ങളാവാം. ബട്ട് യു നീഡ് ടു ഹാവ് എ വെരി സ്ട്രോങ് വൈ. ആ വൈ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് യു നീഡ് ടു ബിൽഡ് ദാറ്റ് ക്യൂരിയോസിറ്റി. അൺലെസ് യു ഹാവ് എ വെരി സ്ട്രോങ് വൈ, ഇതൊരിക്കലും റെഡി ആവില്ല. സോ if you come to my office, എൻ്റെ ക്യാബിൻ്റെ റൈറ്റ് സൈഡ് there is a wall, and ആ വാളിൽ ഒരു മിറർ ഉണ്ട്. ആ മിററിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ദിസ് മാൻ ബിൽറ്റ് 100 CR കമ്പനി എന്നുള്ളത്. അപ്പം whenever I turn right, I see this, and then okay, let me turn left. So you need to have a very strong why. ആ why ഉണ്ടെങ്കിൽ you will figure out. I won't say you will succeed, you will figure out, right? കാരണം നമ്മൾ ആ why is always bigger than whatever the problems which we are facing right now, whatever the small or bigger client problems, team problems, agency problems, whatever it is not bigger than the why we hold. So എപ്പോഴും പറയാം, we need to have a very 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 strong why. പർപ്പസ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ പറയും എന്താ എനിക്ക് പർപ്പസ് ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ്, യു ഹാവ് ടു സ്റ്റാർട്ട് ആൻസറിങ് എന്താണ്, ഹൗ മച്ച് ഐ വോണ്ട് ടു earn in my life so that I can be happy and I can make myself and my family happy. When you answer this question, you will have ingane കാര്യങ്ങൾ എഴുതു, and then you need to answer why is this very important. This is important because blah 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 blah. What would I feel when I achieve this? Okay, I will feel blah 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 blah. Okay, what should I do in order to achieve this? This is the 4th question. I will write this. Now this paper is your why. Whenever you feel low, I just want you to look at it, and this will give you an answer like നമ്മൾ എന്തുകൊണ്ട് we need to do it big. And I had this ഞാനെപ്പോഴും റിസ്വാനോട് പറയും തമാശക്ക്, എടാ കുറേ ആൾക്കാർ കാർ ഉണ്ടാക്കുന്നു, കുറേ ആൾക്കാർ റോക്കറ്റ് പൊക്കുന്നു, എടാ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, റൈറ്റ്? ചെയ്യാൻ പറ്റുമില്ല സെക്കൻഡറി, പക്ഷെ നമ്മൾ തോട്ട് പ്രോസസ്സേ അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട്? ഇഫ് സംബഡി ക്യാൻ ഡു ഇറ്റ്, വൈ കാൻ വി ഡു ഇറ്റ്? അപ്പോൾ ഇതൊക്കെ ഒരു യു നീഡ് ടു ഹാവ് എ വെരി സ്ട്രോങ് വൈ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് വൈ. സൈമൺ ഷൈനക്കിൻ്റെ ഒരു ബുക്ക് ഉണ്ട് വൈ എന്ന് പറഞ്ഞിട്ട്. ഐ വുഡ് ഇഫ് യു ക്യാൻ റീഡ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. And there's a book called Dale Carnegie, How to Win Friends and Influence People. Both books are very good. So എപ്പോഴും ഞങ്ങൾ കമ്പനിയിലാണെങ്കിൽ we try to reverse engineer backwards. Let's say we need to achieve this. ലൈക്ക് നമ്മളെപ്പോഴും ചോദിക്കുക എന്താ, എൻ്റെ ഇന്നത്തെ സ്റ്റേജിൽ എനിക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? യു കാൺട്ട് അച്ചീവ് എനിത്തിങ്. സോ വി റിവേഴ്സ് എഞ്ചിനീയർ. ലെറ്റ്സ് സേ ഐ നീഡ് ടു അച്ചീവ് ദിസ്. ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ്? ബിഫോർ ആൻസറിങ് വാട്ട്, why should I achieve this? Yes. This question makes all the difference. Okay, if I achieve this, blah 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 blah, what would I adu endu I feel you? Okay, I will feel this. Why is it important to me? Okay, now what should I do in order to achieve this? Avada you will figure out these are all things. Okay, then you start, maybe hire 3 people ആയിരിക്കും അവിടുന്ന്, then you start. അപ്പം എപ്പോഴും നമ്മൾ ഓഫീസിലാവട്ടെ എന്താവട്ടെ, we try to reverse engineer everything.
ഐ വോണ്ട് ടു ഹാവ് 7 ഡിപ്പാർട്ട്മെൻറ്റ് 7 തിങ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈക്വലി കാര്യങ്ങൾ ഗ്രോ ചെയ്യണം. Now why should I do that? These are the reason. What would I feel? These are the reason. How should I do? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. You write down and then you start from the very basics. അപ്പം having a very strong why is always makes the difference.